ഇതിപ്പോ ഫേസ്ബുക്കിൽ വന്ന വീഡിയോ അല്ലേ? അതുകൊണ്ട് ഫേസ്ബുക്ക് കമ്പനിക്ക് തന്നെ റിക്വസ്റ്റ് അയച്ച് ഇതേത് കമ്പ്യൂട്ടറിൽ നിന്നാണ് ഈ വീഡിയോ ജനറേറ്റ് ചെയ്യുന്നത് കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമേ ഇതാര് ക്രിയേറ്റ് ചെയ്തു, എന്തിന് ക്രിയേറ്റ് ചെയ്തു എന്നൊക്കെ അറിയൂ. അതിന് സമയമെടുക്കും. അല്ല, നിങ്ങളുടെ കൂടെ ആരുമില്ലേ? ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. എവിടെ? അതൊരു അർജന്റ് മീറ്റിംഗ് വന്നപ്പോ എന്നെ ഇവിടെ ആക്കിട്ട് പോയി. അയാൾക്ക് കാര്യങ്ങൾക്ക് അറിയോ? അറിയാം സാറേ, ഇവരെ എല്ലാവർക്കും അറിയാം. ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളവരാ. അക്കൂട്ടത്തിലുള്ള ആരെങ്കിലും ഒക്കെ മനഃപൂർവ്വം ചെയ്തതായിരിക്കും. അതാവാനും സാധ്യതയുണ്ട് സർ. ആയിരിക്കാം. പക്ഷേ അതല്ല എന്ന് പ്രൂവ് ചെയ്യാൻ കുറെ ബുദ്ധിമുട്ടുണ്ട്. ഈ വീഡിയോ സീഡാക്കിന് അയക്കണം. അവിടുത്തെ ലാബിലാ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത്. പക്ഷേ അതിനും സമയമെടുക്കും. മാത്രമല്ല മറ്റ് ഇൻഫ്ലുവൻസ് ഒന്നും ഈ കാര്യത്തിൽ ഉപയോഗിക്കാനും പറ്റില്ല. എല്ലാം അതിൻ്റെ പ്രയോറിറ്റിയിലേ നടക്കൂ. എന്തായാലും കേസ് ഞങ്ങൾ പ്രൊസീഡ് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് കാര്യമായിട്ട് വേണം. കേസിന് ആവശ്യമായ കുറേ ഡീറ്റെയിൽസ് എടുക്കേണ്ടിയും വരും. ശരി, വയ്ക്കോ. സർ, ഈ വീഡിയോയിൽ ഞാനല്ല എന്നുള്ളത് തെളിയിക്കാൻ പറ്റില്ലേ? അതൊക്കെ പറ്റും. പക്ഷേ കേസ് ചാർജ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മേലുദ്യോഗസ്ഥൻ്റെ അനുവാദം കൂടെ വേണം. അതനുസരിച്ച് ഞങ്ങൾക്ക് നീങ്ങാൻ പറ്റൂ.